മിൽമ പാലിന് വില കൂട്ടില്ല. GST കുറയ്ക്കുന്ന ഘട്ടത്തിൽ പാലിന് വില കൂട്ടുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് ചെയർമാൻ KS മണി പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം വരാനിരിക്കെ വില വർദ്ധിപ്പിക്കേണ്ട എന്ന നിലപാടിലാണ് ചെയർമാൻ. അതിനിടെ പാൽ വില കൂട്ടുന്നതിനെ ചൊല്ലി മിൽമ ബോർഡ് യോഗത്തിൽ തർക്കമുണ്ടായി. പാൽ വില വർദ്ധിപ്പിക്കണമെന്ന് എറണാകുളം മേഖല ആവശ്യപ്പെട്ടു. കഴിയില്ലെന്ന് ചെയർമാൻ നിലപാടെടുത്തതോടെ എറണാകുളം മേഖല പ്രതിനിധി ഇറങ്ങിപ്പോയി. അത് സുപ്രധാനമായ തീരുമാനം തന്നെ എടുത്തു. ഈ അടുത്ത കാലത്ത് നിങ്ങൾ അറിഞ്ഞ പോലെ GST കുറവ് വരുത്തിക്കൊണ്ട് പാല് ഉൽപ്പന്നങ്ങളിൽ പലതും കുറവ് വരുത്തിക്കൊണ്ട് ഒരു തീരുമാനം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ ബോർഡിൽ അത് ചർച്ച ചെയ്യുകയും 22-ാം തീയതി മുതൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട എല്ലാ പ്രോഡക്റ്റിനും എന്താണോ GST കുറവ് അത് നമ്മളുടെ കൺസ്യൂമേഴ്സിന് ലഭ്യമാകുന്ന വിധത്തിൽ കുറവ് വരുത്തി ക്രമീകരണം നടത്തി മുന്നോട്ട് പോകുന്നതിന് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം ഇന്ന് എടുത്തു. ഇപ്പോൾ GST ഇപ്പോൾ നമ്മൾ കുറവ് വരുത്തി കൊടുക്കുന്ന ഈ സാഹചര്യത്തിൽ തന്നെ പാലിന് വില കൂട്ടുന്നത് അത് കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ വലിയ ഒരു അഭിപ്രായ ഭിന്നതയുണ്ടാകും. അതുകൊണ്ട് നമ്മൾ അല്പസമയം കഴിഞ്ഞ് അതിനെക്കുറിച്ചൊരു തീരുമാനം എടുക്കുന്നതായിരിക്കും ഉചിതമെന്നാണ് ആ കമ്മിറ്റിയുടെ ശുപാർശ വന്നിട്ടുള്ളത്. ഇന്ന് ബോർഡ് യോഗത്തിൽ ആ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. പാൽവില വർധനവിന് വേണ്ടി ഒരു കമ്മിറ്റി നിയോഗിക്കുകയും ആ കമ്മിറ്റി പഠനം നടത്തുകയും ആ പഠനത്തിൽ എറണാകുളം മേഖലാ യൂണിയൻ 10 രൂപ വർധനവ് ആവശ്യപ്പെട്ടെങ്കിലും അവസാനം 6 രൂപയെങ്കിലും മിനിമം വർദ്ധിപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. സർക്കാരിൻ്റെ പ്രതിനിധി ആ കമ്മിറ്റിയിലുണ്ട്. സർക്കാരിൻ്റെ പ്രതിനിധി 5 രൂപ പാൽവില വർധനവ് നടപ്പാക്കുന്നതിന് സർക്കാരിന് എതിർപ്പില്ല എന്ന് ആ കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇന്ന് നമ്മുടെ ബോർഡ് യോഗത്തിൽ മേശപ്പുറത്ത് വെച്ചു. പക്ഷേ ഇപ്പോൾ മറ്റ് പല കാരണങ്ങളും പറഞ്ഞ് ഇന്നും പാൽവില വർധനവിന് ഒരു തീരുമാനം എടുക്കാതെ ദിവസം നീട്ടിക്കൊണ്ടു പോവുകയാണ്. പേരുകളുമായി ഷിജോ കുര്യൻ ചേരുന്നുണ്ട്. ഷിജോ, എന്താണ് ചെയർമാൻ KS മണിയുടെ നിലപാട്? എറണാകുളം മേഖലയുടെ പ്രതിഷേധം എന്തിലാണ്? തന്നെ എന്തായാലും 2025 ഡിസംബർ 31 വരെ മിൽമ പാൽ കുടിക്കുന്ന ആളുകൾക്ക് ഇതുവരെ എത്ര രൂപയ്ക്കാണോ മിൽമ പാൽ വാങ്ങിയിരുന്നത് അതേ വിലയ്ക്ക് തന്നെ വാങ്ങാം. നിലവിൽ എന്തായാലും മിൽമ പാലിന്റെ വില കൂട്ടില്ല എന്നുള്ള കാര്യമാണ് ഇന്നത്തെ ബോർഡ് യോഗത്തിൽ തീരുമാനമായി എടുത്തിരിക്കുന്നത്. അക്കാര്യമാണ് മിൽമ ബോർഡ് ചെയർമാൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. ഓണത്തിന് ശേഷം വില കൂട്ടുമെന്നുള്ള തരത്തിലുള്ള ചില ചർച്ചകൾ നടന്നിരുന്നു. എന്നാൽ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചുകൊണ്ട് കർഷകരുടെ ആവശ്യങ്ങളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ആ വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ അല്ലെങ്കിൽ അവരുടെ പഠനം എന്ന് പറയുന്നത് നിലവിൽ പാലിന് വില കൂട്ടേണ്ടതില്ല. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ്. നവംബറിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും അതിനുശേഷം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ ഈ പാൽ വില കൂട്ടിയാൽ അത് സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തെ തന്നെ വലിയ തരത്തിൽ അത് പ്രതികൂലമായിട്ട് ബാധിക്കും. അതുകൊണ്ട് ആ സാഹചര്യം മുൻനിർത്തി ഇപ്പോൾ വില കൂട്ടേണ്ടതില്ല, അതൊരു സർക്കാരിന് തിരിച്ചടിയായി മാറും എന്നുള്ളത് കൊണ്ട് നിലവിൽ പാൽ വില കൂട്ടേണ്ടതില്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് ബോർഡ് യോഗം എത്തിയിട്ടുള്ളത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് എറണാകുളം മേഖലാ യൂണിയൻ ഇറങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. മിൽമ പാലിന് ഇപ്പോൾ വില കൂട്ടേണ്ട സാഹചര്യമില്ല എന്ന് അവർ പറയാൻ കാരണം GSTയുടെ പരിധിയിൽ നിന്ന് മിൽമയെ ഒഴിവാക്കിയതുകൊണ്ടാണ് പാൽ വില കൂട്ടേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും 2026 പാൽ വില കൂട്ടാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. തന്നെയാണ്.